അതെനിക്കറിയാനിട്ടല്ല, പക്ഷേ പെണ്ണായി വെറും പെണ്ണ്. ഷാരോൺ എന്താ പരിപാടി? രാവിലെ തന്നെ ജോസഫ് അലക്സിന്റെ മിസോജിനി അനലൈസ് ചെയ്യുവാണോ? നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഫൗണ്ടേഷണൽ വാല്യൂസ് എടുക്കാൻ പോവാണ്. അപ്പൊ അതിന് എത്തിക്സിന്റെ GS4 പേപ്പറിന്റെ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് എങ്ങനെയാണ് ഈ ടോപ്പിക്സ് ഒന്ന് കൊടുക്കുക എന്നുള്ള ഒരു ആലോചിക്കുകയായിരുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ ജോസഫ് അലക്സ് എന്നുള്ള ഒരു കളക്ടറാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഈ കളക്ടറുടെ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ കുറച്ച് രസകരമായിട്ടുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കോഴിക്കോടിലെ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ കലാപം നടക്കുന്നു. ഇദ്ദേഹം കലാപത്തിൻ്റെ ആ ഒരു സ്പോട്ടിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ആ മന്ത്രിയായിട്ടുള്ളൊരു ഡയലോഗ് വരുന്നുണ്ട്. മമ്മൂട്ടി മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുള്ള മറ്റേ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലൊക്കെ കാണിക്കുന്ന ഡയലോഗ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷണൽ വാല്യൂസിൽ പറയുന്ന നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് സിവിൽ സർവൻസിന്. ഉദാഹരണം പറയുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ് ഹൈ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെയുള്ള ഐഡിയാസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ജോസഫ് അലക്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനിലെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, തുടക്കത്തിൽ ഇയാൾ ഒരു പരാതിയായിട്ട് വരുന്ന ഒരു വൃദ്ധനോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കുതിരവട്ടം ചേട്ടനാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു വെറ്ററൻ ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ ഇയാൾ വരുന്നു, ഭയങ്കര അവശനാണ്, ഭയങ്കര ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം മമ്മൂട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ധൃതിയിലാണ് വരുന്നത്. എന്ത് പറ്റി? ആരാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തോട് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കമ്പാഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ വാല്യൂവിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കേസ് സ്റ്റഡീസ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതായത് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കമ്പാഷൻ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കമ്പാഷൻ്റെ ഒരു 4-5 കമ്പോണൻസ് നമ്മൾ പറയും. ഉദാഹരണത്തിന് ബീയിങ് നോൺ ജഡ്ജ്മെൻറ്റൽ, സെൻസിറ്റീവ്, എംപത്തറ്റിക്. അപ്പോൾ അങ്ങനെ പല ആസ്പെക്ട്സ് ഉണ്ട്. ഇദ്ദേഹം ഇതിൽ ഈ പപ്പുവിൻ്റെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഫീച്ചർ കാണുന്നു, ഇദ്ദേഹത്തിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള ആവശ്യകതകൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഈ സ്വന്തം പേഴ്സിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് കോൺസ്റ്റബിളോട് ചെന്ന് പറയുന്നു, ഇയാൾ വീട്ടിലെത്തിക്കാനായിട്ട് പറയുന്നു, ഓട്ടോ വിളിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ഇനി അത് ഇയാൾ കുറച്ച് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതൊരു ഔദാര്യമായിട്ടൊന്നും കണക്കാക്കേണ്ട, ഒരു സഹായമായിട്ട് അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ ഇന്ത്യയെ പോലെയുള്ളൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് നമ്മൾ ഈ ബ്യൂറോക്രസി ഭയങ്കര ഒരു അരഗൻ്റായിട്ട് പെരുമാറുന്നു. ഇത് നമ്മുടെ ഒരു സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ജോസഫ് അലക്സിന്റെ ക്യാരക്ടർ ചെയ്ത ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഇല്ലേ, ലൈക്ക് കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കുന്നു, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ അങ്ങനെ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പൊ എങ്ങനെ എല്ലാവരെയും നമുക്ക് ഇങ്ങനെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ അതിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും? അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നമുക്ക് കമ്പാഷനും ഈ ഒബ്ജക്ടിവിറ്റി എന്നുള്ളൊരു സംഗതി കൂടി വരുന്നുണ്ട്. രണ്ടും പലപ്പോഴും ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുന്ന വാല്യൂ ആണ്. നമ്മൾ ഭയങ്കര ഒബ്ജക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ റൂൾ ബൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ലോ ബൗണ്ട് ആയിട്ട് നമ്മൾ പെരുമാറും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇയാൾ ഈ സെൻസിറ്റിവിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഭയങ്കര കോമഡിയാണ്. അതായത് സെൻസിറ്റിവിറ്റി കമ്പാഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ ഈ ഒരു വ്യക്തിയുടെ വെർബലോ നോൺ വെർബലോ ആയിട്ടുള്ള ക്യൂസിൽ നിന്ന് നമ്മൾ അയാളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി കൂടിയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പേപ്പറിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ലേ, പല ഓഫീസേഴ്സും ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ ഇൻഹ്യൂമൻ ആയിട്ടൊക്കെ പെരുമാറുന്നത്. വൈറ്റ് ടൈഗറിന്റെ ഓതർ അരവിന്ദ് അടികയുടെ ബിറ്റ്വീൻ ദി അസാസിനേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതിൽ മിക്കതും ഈ ബ്യൂറോക്രസിയുടെ ഒരു റെഡ് ടൈപ്പിസം, അവര് കാരണം എങ്ങനെ നമുക്കിവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും സാധ്യമാകുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം സാർ ഈ പറഞ്ഞത് എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ കണക്ട് ആവുന്നുണ്ട്. നമുക്ക് എത്തിക്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ റെഡ് ടൈപ്പിസം വരുന്നുണ്ട്, അല്ലെങ്കിൽ അരഗൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ വരുന്നുണ്ട്. കറപ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ എംഫസൈസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വാല്യൂ. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ തോട്ട്സും നമ്മുടെ ആക്ഷൻസും അലൈൻഡ് ആവുന്നു, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആരും നമ്മളെ വാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഹൗ ഡു വി ബിഹേവ്? യെസ് റൈറ്റ്, യു ആർ ഡൂയിങ് വാട്ട് എവർ യു ആർ ബീൻ പ്രീച്ചിങ്. അപ്പോൾ ഇതേ ആശയം വരുമ്പോൾ നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇയാൾ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് പറയുന്നു, പക്ഷെ ഭയങ്കര ഇൻസെൻസിറ്റീവായിട്ട് ഒരു കൊളീഗിനോട്, അതും ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു കൊളീഗിനോട് സംസാരിക്കുന്നുണ്ട്. അതാണ് ഭയങ്കര ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഈ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അന്നത്തെ ഒരു സിനിമയുടെ ഒരു സെൻസിബിലിറ്റിയുടെ കൂടി പ്രശ്നമാണ്. കാരണം അന്നത്തെ നമ്മൾ രഞ്ജി പണിക്കരൊക്കെയാണ് ഇതിന്റെ ഡയലോഗ്സ്. അപ്പൊ അന്നത്തെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ഈ രീതിയിലാണ് മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റി അന്ന് ഇന്ന് ഇവോൾവ് ചെയ്ത പോലെ നമ്മൾ കുറെ കൂടി ബോധേഡ് ആയിരുന്നില്ല. നമ്മൾ റൈറ്റ്സിനെ കുറിച്ചും ഇക്വാളിറ്റിയെ കുറിച്ചും നമ്മൾ അത്ര ബോധേഡ് ആയിരുന്നില്ല. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഫൗണ്ടേഷൻ വാല്യൂസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പാഷൻ, അതുപോലെ തന്നെ റെസ്പോൺസീവ്നെസ്, അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ചസ് വരുമ്പോൾ അത് കലാപമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിരിക്കും, ഡിസാസ്റ്റർ ആയിരിക്കും, വളരെ റെസ്പോൺസീവായിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു ആൾക്കാരാണ് നമ്മുടെ ഓഫീസേഴ്സ്. അപ്പോൾ ഇതിൽ അങ്ങനെയൊക്കെയുള്ള 2018 ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രപതിയൊക്കെ അത് എടുത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുവിധം കളക്ടേഴ്സ് അല്ല, അപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ എപ്പോഴും കളക്ടർ വാസുകിയുടെ ചില സ്പീച്ചസ് ഒക്കെ പറയാറുണ്ട്. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? യു ആർ മേക്കിംഗ് ഹിസ്റ്ററി. All of you are making history. നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ലോകത്തേക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള സംഗതി പുള്ളിക്കാരി ഒന്ന് മനസ്സിലാക്കിയോട് കുറച്ചും കൂടി ഇൻസ്പിറേഷൻ ആയിട്ട്. അതിലാണ് ചിലപ്പോൾ എംപതി എന്ന് പറഞ്ഞൊരു നമ്മൾ ഈ കമ്പാഷന്റെ ഒരു കമ്പോണന്റ് കൂടിയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്നു. എന്ന് മാത്രമല്ല വേറൊരു കാര്യം, ഈ ഡിസ്ട്രസ് ടോളറൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് കമ്പാഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ബേസിക്കലി കമ്പാഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ ഒരാളുടെ പ്രശ്നത്തെ നമ്മൾ എംപതറ്റിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു. അതാണ് നമ്മൾ എംപതിയിൽ നിന്ന് കമ്പാഷനിലേക്ക് വരുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ കമ്പാഷനിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡിസ്ട്രസ്സിലൂടെ കടന്നു പോകേണ്ടി വരും. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു മന്ത്രിയായിട്ടുള്ള ഡയലോഗിൽ, നമ്മുടെ കൊല്ലം തുളസിയായിട്ടുള്ള ഡയലോഗിൽ ഇദ്ദേഹം വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. പ്ലീസ്, ഈ വേഷം കണ്ടല്ലോ, ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ we were at the right spot. ഈ സിവിൽ സർവീസിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അങ്ങനെയാണല്ലേ. ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ, അതിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരും, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഡെഡിക്കേഷൻ എന്ന വാല്യൂ നമുക്ക് കണക്ട് ചെയ്യാം. ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ഇതൊക്കെ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇന്നത്തെ ഒരു സിവിൽ സർവൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ മിഷൻ കർമ്മയോഗിയിലൊക്കെ പറയുന്ന എംഫസൈസ് ചെയ്യുന്ന ഒരു ആശയമുണ്ട്. the officers should be the agents of change. ചേഞ്ചിൻ്റെ ഏജൻറ്റ് കൂടി ആവുന്നു എന്നൊക്കെയുള്ള പഴയ ഒരു ഐഡിയ എന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആവുന്നു എന്നുള്ളതാണ്. ഞാൻ ക്ലാസ്സിൽ ഈ ബെറ്റർ ഇന്ത്യ പോർട്ടലിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിൽ ഒരുപാട് ഓഫീസേഴ്സിൻ്റെ കാര്യം പറയാറുണ്ട്. റീസെൻ്റ്ലി നമ്മുടെ ഗൾഫ് ഓഫ് മാനോർ ബയോസ്ഫിയർ റിസർവിലും മറ്റോ ഒരു ഓഫീസർ, അദ്ദേഹം ഫോറസ്റ്റ് സർവീസും മറ്റോ ആണ്, അദ്ദേഹം വലിയ രീതിയിൽ അവിടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫൗണ്ടേഷൻ വാല്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ഈ ഫൗണ്ടേഷൻ വാല്യൂസിൻ്റെ തന്നെ എങ്ങനെ അത് കൾട്ടിവേറ്റ് ചെയ്യും എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവയർനെസ് പരിപാടികൾ കണ്ടക്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മെയിൻസിൽ കൺക്ലൂഷൻ പാർട്ടിൽ കൊടുക്കാൻ പറ്റുന്നത്. ഈ സിവിൽ സർവൻസിനെ നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും ഭയങ്കര എന്താ പറയുക, ഒരു പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ള, ഒന്ന് ഈ ഡൈനാമിസം ആവശ്യമാണ്, വളരെ ഡൈനാമിസം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിസം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മളൊരു കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ആക്ടിവിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇടപെടേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ദുർഗാശക്തി നാഗ്പാലിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. ദുർഗാശക്തി നാഗ്പാലൊക്കെ അങ്ങനെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു, നമ്മളൊരു വളരെ ആക്റ്റീവായിട്ട് കുറേ കൂടി പഴയൊരു കൺവെൻഷണൽ ഓഫീസർ എന്നുള്ളതെന്നൊക്കെ മാറിയിട്ട് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പുറത്ത് ആക്ഷൻസ് എടുക്കുന്ന ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ അവരെ സാൻഡ് മൈനിങ് മാഫിയക്കെതിരെയുള്ള അവരുടെ ഇടപെടലുകളൊക്കെ ഭയങ്കര ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഓഫീസ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ തട്ടി കയറാനോ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തെറി വിളിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ അതൊരു നല്ലൊരു വർക്ക് കൾച്ചറും അല്ല എന്നുള്ളതാണ്, അല്ലേ? എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കോഡ് ഓഫ് എത്തിക്സും
കോഡ് ഓഫ് കണ്ടക്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ സന്താനം കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റിയിൽ നിന്ന് അത് ഡിറൈവ് ചെയ്ത് വരുന്ന സംഗതിയാണ്. അതിലും കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ഭയങ്കര ക്ലിയറാണ്. നമുക്ക് ഓഫീസേഴ്സിനോട് പെരുമാറുമ്പോഴോ നമ്മൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ സിനിമകളിലെല്ലാം നമ്മൾ കാണുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ നേതാക്കന്മാരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നു. അതൊന്നും നമ്മൾ വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ സ്ട്രീമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുകയാണ്. പലപ്പോഴും ഈ കേസ് സ്റ്റഡി വരുമ്പോൾ കുട്ടികൾ കമ്മിറ്റ് ചെയ്തൊരു മിസ്റ്റേക്ക് കൂടിയുണ്ട്. ഈ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ ഏതോ ഭയങ്കര വില്ലന്മാരാണ്, ഭയങ്കര രാക്ഷസന്മാരാണെന്നുള്ളൊരു ഐഡിയയിലേക്ക് കുട്ടികൾ കേസ് സ്റ്റഡീസ് എഴുതുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക കേസ് സ്റ്റഡീസിലും നമ്മൾ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ വില്ലന്മാരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുന്നു, ഒരു കേസ് ഫയൽ ചെയ്യരുതെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ പൊളിറ്റീഷ്യൻസും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രാജ്യം ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട. ഈ ജനറലൈസേഷനൊക്കെ വരുമ്പോൾ കേസ് സ്റ്റഡീസിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കളക്ടറായാലും അല്ലെങ്കിൽ നമ്മളൊരു IPS ഓഫീസർ ആയാലും നമ്മൾ നമ്മുടെ ഒരു ഓഫീസറോട് പെരുമാറുന്ന രീതിയും അല്ലെങ്കിൽ നമ്മളൊരു ഒഫീഷ്യൽ ആക്ഷനിലേക്ക് വരുമ്പോൾ ആ ലൈൻ ഓഫ് അതോറിറ്റീനെ അംഗീകരിച്ചിട്ട് അതിന് റെസ്പെക്റ്റ്ഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള ഒരു വൺ മാൻ ഷോ ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ നമ്മുടെ ഒരു DGP പറയുന്നത് കേൾക്കുന്നില്ല, നേരെ നമ്മുടെ മുഖ്യമന്ത്രിനെ ചെന്ന് കാണുന്നു എന്നൊക്കെ അതൊന്നും വർക്ക് ചെയ്യില്ല. അതൊക്കെ ഷാജി കൈലാസിൻ്റെ സിനിമയിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളത്.